ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ബാക്ക് ടു സ്കൂൾ സീരീസിലെ 4ാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഐറ്റംസാണ് ഷെയർ ചെയ്യണത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റഡി പ്ലാനറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് വൈകുന്നേരമാണ് പോസ്റ്റ് ചെയ്തത്, അതുകൊണ്ട് പലരും അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട ശേഷം സ്റ്റഡി പ്ലാനർ തയ്യാറാക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പല ഐറ്റംസും പല സ്ഥലത്തു നിന്ന് വാങ്ങിയേക്കണം. കടകളിൽ നിന്ന് വാങ്ങിയിട്ട് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുട MCP സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് ബസാർ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ റോസുവിന് വേണ്ടി മേടിച്ച ഐറ്റംസ് നോക്കാം. അവൾ തന്നെയാണ് ഇതൊക്കെ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇറേസർ ചോക്ലേറ്റ് ഡിസൈനിൽ വരുന്ന ഇറേസറാണ്. 3 എണ്ണത്തിൻ്റെ പാക്കാണ് വരണേ. 39 രൂപയാണ്. ഡിസൈൻ പോലെ തന്നെ ഈ ഒരു ഇറേസറിന് ചോക്ലേറ്റിൻ്റെ സ്മെല്ലായിരുന്നു. ശരിക്കും ആർക്കെങ്കിലും കൊടുത്താൽ അവർ വിചാരിക്കുന്നത് മിഠായിയാണ് കേട്ടോ. ശരിക്കും ചോക്ലേറ്റിൻ്റെ മണം. അത് ഞങ്ങൾ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. രണ്ടാമത് മേടിച്ചത് ഈ ഒരു ഷാർപ്നറാണ്. അപ്സരയുടെ ടൈഡി ടോപ്പ് എന്ന് പറഞ്ഞ ഷാർപ്നറാണത്. ഇത് 5 രൂപയെ വില വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റിയാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. മാത്രമല്ല വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് അത് ബോക്സ് ഷേപ്പ് ആയതുകൊണ്ട് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അടുത്തൊരു ഐറ്റം, ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. കാപ്പിബാറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡിസൈൻ വരുന്ന ഐറ്റംസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ റോസുവിന് എന്തോ അത് ഭയങ്കര ഇഷ്ടമായി. ആ കളർ കോമ്പിനേഷനൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കളറുകളൊക്കെ ഏതാണ്ട് ഈ ഒരു ഷെയ്ഡിലാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു പെന്നിൻ്റെ സെറ്റ് നമുക്കിത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് ഇറേസബിൾ ജെൽ പെന്നാണ് ഇതിൻ്റെ പേര്. ജെൽ പെന്നാണിത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് എഴുതി കഴിഞ്ഞാൽ മായ്ക്കാൻ പറ്റും. നമ്മൾ എഴുതിയത് പെൻസിലോട് എഴുതി മായ്ക്കുന്ന പോലെ ഒരു റബ്ബർ പോലത്തെ ഒരു സംഭവം അതിൻ്റെ ബാക്കിലുണ്ട്, മായ്ക്കാം. ഞങ്ങളിത് വാങ്ങി ട്രൈ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഷോക്കായി. ഇത് ശരിക്കും വർക്കൗട്ട് ആവുന്നില്ല. ഞാൻ അത് ശരിക്കും ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ടൈപ്പ് പെന്നിൻ്റെ തന്നെ വേറെയും പാറ്റേൺസ് വരുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. പല വെബ്സൈറ്റിൽ ഇതിന് പല വിലയായിരുന്നു കേട്ടോ. ആമസോണിലാണെങ്കിൽ 147, ഫ്ലിപ്കാർട്ടിൽ 135, മീഷോയിലാണെങ്കിൽ 127 രൂപ. അപ്പോൾ ഇതിൽ ഡെലിവറി ടൈം മാറ്റമുണ്ട്. ഓരോ പ്രൊഡക്റ്റ് കിട്ടണതിൻ്റെ അതനുസരിച്ച് വിലയിലും മാറ്റം ഉണ്ടായിരുന്നു. 6 പേനയാണ് കിട്ടുന്നത്. സാധാരണ ബോൾ പെന്നെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പേനയ്ക്ക് ഇത്തിരി വില കൂടുതലാണ്. കാരണം ജെൽ പെന്നാണ്, ഇറേസബിളാണ്, അങ്ങനെ പ്രത്യേകതയൊക്കെ ഉള്ളത് കൊണ്ട്. എന്നാലും ഒരു രസത്തിന് വേണമെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി പേഴ്സ് ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ക്ലിയർ പൗച്ചാണ്. ഇതിൻ്റെ ഉള്ളൊരു വൈറ്റ് ഫില്ലിങ് വെച്ചേക്കണമെന്നുള്ളത്, പക്ഷേ ക്ലിയർ ആണത്. 50 രൂപയാണ് ഇതിന് വില വന്നത്. MCP എന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പേഴ്സാണ്, സിമ്പിളായിട്ടുള്ളത്. ഇതിമ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ പുതിയ ബോട്ടിൽ വാങ്ങും. പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഏകദേശം ഒരു 60 രൂപയ്ക്കാണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ബോട്ടിലുമേയും ഈ ഒരു പേഴ്സുമേയും സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്ലെയിൻ ഡിസൈൻ ഉള്ളത് എടുത്തത്. അപ്പോൾ ഈ ഒരു കാപ്പിബാറ ഡിസൈൻ വരുന്ന സ്റ്റിക്കേഴ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോക്സിൻ്റെ ഓരോ വെബ്സൈറ്റിൽ ഓരോ വിലയാണ് കേട്ടോ. മീഷോയിലാണെങ്കിൽ ഒരു 105 രൂപയ്ക്ക് ഈ ഡിസൈൻ വരുന്ന സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്. ഈ ബോക്സ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന സ്റ്റിക്കറിൻ്റെ പെട്ടിക്ക് 142 രൂപയ്ക്ക് ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോക്സ് വേണമെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഷീറ്റായിട്ട് കിട്ടണമെങ്കിൽ മീഷോയിൽ നിന്നും ഇത് കിട്ടുന്നുണ്ട്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ കുറേ ഡിസൈനുള്ള സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിൽമേയും പൗച്ചുമ്മയും ഒക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ക്ലിയർ ആയതുകൊണ്ട് തന്നെ കാണാൻ കുറച്ചും കൂടി രസമുണ്ട്. ഈ ബോട്ടിലിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം 58 രൂപ അങ്ങനെ എന്തുമായിരുന്നു. ക്ലിയർ ആയിട്ടുള്ള ബോട്ടിൽ ഒട്ടിച്ചാൽ നല്ല ഭംഗിയാണ്. അത്യാവശ്യം വാട്ടർ പ്രൂഫാണ്. കുറേ നാളിത് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഒട്ടിച്ചിട്ട് കുറേ നിന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ബാഗുമൊക്കെ ഹാങ് ചെയ്യാനുള്ള ഒരു കീ ചെയിനാണ്. ഇത് ഇസ ഒരു ബർത്ത്ഡേക്ക് റോസുവിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ മാച്ച് ആയിരുന്നു നമ്മുടെ തീമിന്. അതായത് യെല്ലോ, ക്രീം, ബ്രൗൺ ആ ഷെയ്ഡാണ് റോസുവിൻ്റെ എല്ലാ ഐറ്റംസും എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ബാഗുമ ഹാങ് ചെയ്യണത്. പിന്നെ സ്റ്റിക്കി നോട്ട്സ് ഈ പ്രാവശ്യം നമ്മൾ മുൻപ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയുണ്ടായിരുന്നു. അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റിക്കി നോട്ട്സ് നമുക്ക് 40 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ ഹൈലൈറ്റേഴ്സ് ഇത് നമ്മൾ മീഷോയിൽ നിന്ന് മുൻപ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴും ഒരു കംപ്ലയിൻറ്റും ഇല്ല. 60 രൂപ എന്തായിരുന്നു ഇതിൻ്റെ വില. ചെറുതാണിത് വരുന്നത്. റോസു ഈ ഹൈലൈറ്റേഴ്സാണ് ഉപയോഗിക്കാൻ പോണേ. മീഷോയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലത്തെ 2 സാധാരണ പ്ലാസ്റ്റിക് ഫയൽ ഇത് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ കയ്യിൽ ഇതുള്ളതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊജക്ട്സൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇങ്ങനത്തെ ബട്ടണുള്ള മോഡലാണ് നല്ലത്. 25 രൂപയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരണത്. ഇത് റോസുവിന് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്ന പ്ലാനറാണ്. ഇപ്പോഴല്ല, അവളുടെ ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ പോണ ഡയറി ഇതാണ്. അവൾക്ക് ഇങ്ങനെ എഴുതിയൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനത്തെ ജസ്റ്റ് ലൈനുള്ള പേജസ് ആണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതുപോലെ മന്ത്ലി പ്ലാനർ പോലെ ഒരു പേജും പിന്നെ 1-2 വേറെ പേജുകളൊക്കെ ഇങ്ങനെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനറാണ്. ഞാനിത് വാങ്ങിയ സമയത്ത് വിലയായിരുന്നത് 150 രൂപ ആ റേഞ്ചിനാണ് വാങ്ങി. പക്ഷേ ഇപ്പോൾ ഇത് ഓൺലൈനിൽ കാണുന്നില്ല. കാരണം ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 മാസമായി. അതുകൊണ്ടാണ്. പിന്നെ ഹോംവർക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എഴുതി വെക്കാൻ കുഞ്ഞൊരു സ്പൈറൽ ഇങ്ങനത്തെ നോട്ട്ബുക്ക് മേടിച്ചിട്ടുണ്ട്. ഇതിന് പ്രൈസ് വന്നത് 20 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ മുടി കെട്ടാനായിട്ട് കുറച്ച് ഹെയർ ടൈസ് മേടിച്ചിട്ടുണ്ട്. അതെന്തായാലും കുറേ വേണ്ട ഒരു ഐറ്റം ആണല്ലോ പെൺകുട്ടികൾക്ക്. പിന്നെ ടിഫിൻ ബോക്സ് ഇത് മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവൾ സാധാരണ സ്കൂളിലേക്ക് പ്ലേറ്റാണ് കൊണ്ടുപോകാറ്, അവിടെ നിന്നാണ് ഫുഡ് കഴിക്കണേ. ഇടയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടിഫിൻ ബോക്സ് യൂസ് ചെയ്യാം. നല്ല പാത്രമാണ് കേട്ടോ. ഇത് 500 രൂപ താഴേനെ ഇതിൻ്റെ വില വരുന്നത്. നല്ല കട്ടിയുള്ള സ്റ്റീലാണ്, മാത്രമല്ല നല്ല സ്മൂത്താണ് അതിൻ്റെ അരികുകളൊക്കെ. നല്ല പാത്രമായിരുന്നു. പിന്നെ നമ്മൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള നെയിം സ്ലിപ്സും നോട്ട്ബുക്കും ബുക്ക് കവറും. അപ്പോൾ നെയിം സ്ലിപ്പ് ഈ ഒരു സിമ്പിൾ ഡിസൈൻ അവൾക്ക് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ബോർഡർ ഉള്ളതൊരു മോഡൽ എടുത്തത്. പിന്നെ ബുക്സ് നമ്മൾ സ്മാർട്ട് ബസാറിൽ ഞാലക്കുടിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസുള്ള ഇങ്ങനത്തെ ബുക്സ് നോക്കിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്ബുക്കും പിന്നെ റഫ് ബുക്ക് നമ്മൾ ബൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ, പഴയ ബുക്സിൽ നിന്നുള്ള പേജസ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ലൈനുള്ള ബുക്സാണ് അല്ലാതെ അവൾക്ക് ആവശ്യം, അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കവറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കമ്മലുകൾ, ഇത് 2 പേർക്കും വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ കുഞ്ഞ് സ്റ്റഡാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിങ്ങനത്തെ കുറച്ച് കുഞ്ഞ് സ്റ്റഡ്, ഇത് 5 രൂപ മാക്സിമം 10 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞ് സ്റ്റഡുകളും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഈസ സെലക്ട് ചെയ്ത കുറച്ച് ഐറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഹൈലൈറ്റേഴ്സാണ്. 59 രൂപയാണ് ഇതിന് വരുന്നത് പ്രൈസ്. സ്മാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഈ പ്രൈസിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലൂറസെൻറ്റ് കളേഴ്സിൻ്റെയും വരുന്നുണ്ട്, ഇങ്ങനത്തെ പേസ്റ്റൽ കളറും വരുന്നുണ്ട്. രണ്ടും നല്ലതാണ്. നമ്മൾ ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്, അപ്പോൾ വലിയവർക്കൊക്കെ ഇതാണ് നല്ലതായിട്ട് തോന്നിയത്. പിന്നെ സ്റ്റേഷനറി ഐറ്റംസിൽ പേന മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ സാധാരണ മേടിക്കുന്ന മോഡലല്ല, എൽക്കോസ് എന്ന് പറഞ്ഞ പേന ഇനി വാങ്ങാറുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു വേർഷൻ, അതായത് എൽക്കോസ് ഓറിയോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല സ്മൂത്താണ് കേട്ടോ ഇത് എഴുതാനായിട്ട്. ഇനി ഇതിന് വില വരുന്നത് 5 രൂപയേ ഉള്ളൂ. പിന്നെ വരുന്നത് 10 രൂപയുടെ പേനകളാണ്. ഇത് മോൺടെക്സിൻ്റെ സൂപ്പർ 6 എന്ന് പറഞ്ഞിട്ടുള്ള പേനയാണ്. ഇത് ഇതിൻ്റെ ബോഡി പേസ്റ്റൽ കളേഴ്സാണ് എല്ലാതും വരുന്നത്. എഴുതാൻ നല്ല സ്മൂത്താണ്, അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് മോൺടെക്സിൻ്റെ തന്നെ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൻ. ഇത് ഷെയ്ഡഡ് ബോഡിയാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ. പിങ്ക് കളറുകളിൽ നല്ല ഷെയ്ഡഡ് ഡിസൈനാണ്, പല കളേഴ്സ് വരുന്നുണ്ട്. ബ്ലൂ പെൻ തന്നെയാണ് ഇതും. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഉപയോഗിച്ച് വഴിയേ പറയാൻ പറ്റില്ല, ഇപ്പം നല്ല സ്മൂത്താണ്. പിന്നെ വാങ്ങിയിരിക്കുന്നത് ഇറേസർ 5 രൂപയിൽ താഴെ വരെ വരുന്നു. പിന്നെ ഈ ഒരു പെൻസിൽ, അപ്സരയുടെ പെൻസിൽ നമ്മൾ എപ്പോഴും വാങ്ങാറ്, സാധാരണ മോഡലാണ് വാങ്ങാറ്. ഈ പ്രാവശ്യം ഈസ പറഞ്ഞു ഇത് മതി, ഇത് എക്സ്ട്രാ ഡാർക്കാണ്. 60 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. കുറച്ച് കുറവിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഷാർപ്നർ കിട്ടുന്നുണ്ട്. ചില സെറ്റിൽ ഇറേസറും ഉള്ളത് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പെൻസിൽമ തന്നെ ഇറേസർ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ആവശ്യമില്ല. നല്ല ഇടിവെട്ട് കളറാട്ടോ, കണ്ണടിച്ച് പോവും. അതുപോലെ തന്നെ ഇതും ഈ ഇറേസറൊക്കെ നല്ല ക്യൂട്ടാണ് കാണാൻ. എനിക്ക് തോന്നുന്നു അവൾ ആ പിങ്ക് കളർ പെൻസിൽ കിട്ടാൻ വേണ്ടിയിട്ട് മേടിച്ചാന്ന് തോന്നി ഈ ബോക്സ് കേട്ടോ. എന്തായാലും പെൻസിൽ നല്ലതാണ്. പിന്നെ നമ്മൾ ബോക്സ് ഈസ എടുത്തിട്ടുള്ളത് ഈ ഒരു ബോക്സാണ്. അപ്പോൾ അവൾക്ക് എന്തോ അവൾ പറഞ്ഞു വലിയ ക്ലാസ്സിലേക്ക് ആവാൻ പോവാണ്, ഇനി ഇതൊന്നും വാങ്ങാൻ പറ്റില്ല, അപ്പോൾ എനിക്കിത് മതി, നല്ല ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെടുത്തത് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ മോഡൽ ബോക്സിന് കുറച്ച് വിലയുണ്ട്. 200 രൂപയാണ് ഈ ബോക്സിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനിങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് 3 എണ്ണം ഉണ്ട്. പിന്നെ ഷാർപ്നർ ഉണ്ട്, ടൈം ടേബിൾ കാർഡ് വെക്കാനുള്ളൊരു ചെറിയ സ്പേസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ലൈറ്റ് കളറാണ്. അപ്പോൾ ഇസയ്ക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ്, പിങ്ക് ഐറ്റംസ്, ഇതൊക്കെ ഭയങ്കര ക്രേസാണ്. എനിക്കും അങ്ങനെ കേട്ടോ, അതിനെ പോലെ തന്നെയാവുള്ളൂ. അപ്പോൾ ഈ റോസുവിനാണെങ്കിൽ ഓവർ ക്യൂട്ട്നെസ് അങ്ങനെ ഇഷ്ടമല്ല, ഒരു ആവശ്യത്തിനുള്ളതുള്ളൂ. പക്ഷേ ഇസയാണെങ്കിൽ ഇങ്ങനത്തെ ഗേളി ഐറ്റംസ് ഒക്കെ പറയില്ലേ, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പിങ്ക് കളർ സംഭവങ്ങളൊക്കെ. നമ്മൾ പലരും പല ക്യാരക്ടറായിരിക്കും. ചിലവർക്ക് ക്യൂട്ട് ഐറ്റംസ് മാത്രമായിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലവർ പ്രാക്ടിക്കലായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെയാണ്, രണ്ടാളും 2 ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതെ അടുത്തത് നമ്മൾ സ്റ്റിക്കേഴ്സ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയതായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നേരത്തെ കാണിച്ച അതേ സ്റ്റിക്കറിൻ്റെ ബോക്സിൻ്റെ പോലെ തന്നെ സെയിം ആണ്. കവായ് ഡിസൈൻസാണ് വരണേ, ക്യൂട്ടായിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് ഇതിലെല്ലാ സ്റ്റിക്കേഴ്സും. അപ്പോൾ ഈസ പറഞ്ഞു ഇത് വെച്ചിട്ട് നമ്മുടെ ബോക്സുകളും ബുക്സും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇതും നമുക്ക് 20 രൂപയിൽ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ബോക്സൊക്കെ ആകുമ്പോൾ 140 രൂപ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു കുഞ്ഞു ബുക്ക്, ഇത് നമുക്ക് ബാഗിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു കുഞ്ഞു ബുക്കാണ്. 5 രൂപ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ, കുഞ്ഞൊരു ബുക്കാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കീ ചെയിൻ, പിന്നെ നമ്മൾ സ്റ്റിക്കി നോട്ട്സും അതുപോലെ തന്നെ ഒരു സിസേഴ്സും. ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ്, നിങ്ങൾക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതും കൂടി വാങ്ങി വയ്ക്കാവുന്നതാണ്. പിന്നെ ഒരു കീ ചെയിൻ, ഇതിന് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 49 രൂപയാണ്. അതും നമ്മൾ ഈ ഒരു പിങ്ക് കളറിൽ ഒരു കുഞ്ഞ് റാബിറ്റ് അതുമുണ്ട്, അത് ബാഗ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കറിപ്പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിഡും പിങ്ക് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു 120 രൂപ താഴെയാണ് ഈ ഒരു കറിപ്പാത്രത്തിന് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, പൈസയ്ക്കും ഈ പ്രാവശ്യം അതുപോലത്തെ തന്നെ ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, അത് ഇസയുടെ വാട്ടർ ബോട്ടിൽ ഈ ഒരു റോസ് ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഇൻസുലേറ്റഡ് മോഡൽ ബോട്ടിലാണ്, അതായത് ഇതിൽ നമ്മൾ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ആ വെള്ളം നല്ല തണുപ്പായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡലാണ് ഈ ബോട്ടിൽ. അപ്പോൾ ഇതിന് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 99 രൂപയായിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ബോട്ടിലാണെന്ന് തോന്നുന്നു, എന്തായാലും ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയാൽ അറിയാം. പിന്നെ മുടി കെട്ടാനായിട്ട് ഇങ്ങനെ ഹെയർ ടൈസ് കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ട്.
പിന്നെ ഗ്ലൂ മേടിച്ചിട്ടുള്ളത് ഫെവി സ്റ്റിക്കിൻ്റെ, ഇതെല്ലാ വർഷവും തന്നെയാണ് വാങ്ങാറ്. അത് ഒരെണ്ണം വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ പുതിയത് ഒരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നതാണത് ഫാബർ കാസലിൻ്റെ ലിക്വിഡ് ഗ്ലൂ എന്ന് പറഞ്ഞിട്ട്. ഇത് നല്ലതാട്ടോ, നന്നായിട്ട് തോന്നി അതിൻ്റെ പാക്കേജിങ്ങും, അത് ഉപയോഗിക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ ആ 2 ഗ്ലൂ ആണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ മാർക്കേഴ്സിൽ ചിസിൽ മാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ലക്സറിൻ്റെ ഈ മാർക്കർ പറഞ്ഞാൽ ബ്ലാക്ക് മേടിച്ചിട്ടുണ്ട്. കാരണം സ്കെച്ചുകളിൽ നമ്മുടെ ബ്ലാക്ക് കളർ മാത്രം കഴിഞ്ഞു, അതുകൊണ്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു മാർക്കർ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നോട്ട് ബുക്സും നെയിം സ്ലിപ്പും ബുക്ക് കവറും. നെയിം സ്ലിപ്പ് ഇങ്ങനത്തെ സിമ്പിൾ മോഡലാണ് മേടിച്ചിട്ടുള്ളൂ. ബുക്കാണെങ്കിൽ A4 സൈസിലുള്ള ലൈനുള്ള ബുക്കും ലൈൻ ഇല്ലാത്ത ബുക്കും നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ബുക്ക് കവർ ഇങ്ങനത്തെ ബ്രൗൺ പേപ്പർ, സാധാരണ ഈ ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ വരുന്ന പേപ്പറാണ് മേടിച്ചിരിക്കുന്നത്. ബുക്കിൻ്റെ അളവനുസരിച്ച് നോക്കിയിട്ട് വാങ്ങാം. ടെക്സ്റ്റ് ബുക്കിനും നോട്ട് ബുക്കിനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 2 അളവിലുള്ളതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചില ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയ വർഷങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആയാലും അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ അത് റോസ് യൂസ് ചെയ്യുന്നത് നട്രാജ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അതോടൊപ്പം തന്നെ സ്കെയിലും അതൊക്കെ അവളുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വാങ്ങിയിട്ടില്ല. ഇസയാണെങ്കിൽ യൂസ് ചെയ്യണത് ക്ലാസ്മേറ്റ്സിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. അതും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ പ്രൈസ് വരുന്നത് 100 രൂപയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് കേട്ടോ. ഉള്ള ഐറ്റംസ് ഒന്നും പിന്നെ വാങ്ങിയിട്ടില്ല. പിന്നെ ഫയൽ ഇസയും ഇതുപോലത്തെ തന്നെ 2 ഫയൽ അവൾക്കും ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് റീയൂസ് ചെയ്യണേ. കളേഴ്സ് ഈ പ്രാവശ്യം ഒന്നും തന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ കളേഴ്സും ബാലൻസ് ഇരിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഞാനിങ്ങനെ കുഞ്ഞ് പാക്കറ്റ്, അതായത് 15 രൂപയുടെ 20 രൂപയുടെയൊക്കെ സ്കെച്ചിൻ്റെയും ക്രയോൺസിൻ്റെയും ഒക്കെ വാങ്ങാറുണ്ട് റോസുവിന്. പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ ഉണ്ട് ഓൾറെഡി പഴയതൊക്കെ. ബ്ലാക്ക് കളർ മാത്രമാണ് അതിൽ അധികം എടുത്ത് പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ കളേഴ്സും ഒരുവിധമൊക്കെ ഉണ്ട്. പിന്നെ വലിയ ക്ലാസ്സിലാവും തോറും അധികം ആവശ്യം വരാറില്ല, വല്ല പ്രൊജക്റ്റിനൊക്കെ എടുക്കണുള്ളൂ. ഈസിയാണെങ്കിൽ ഈ കളേഴ്സാണ് യൂസ് ചെയ്യാൻ പോണത്. ഒരു ബോക്സ് സ്കെച്ചും ഉണ്ട്. അതിലും ഇങ്ങനെ പല 2-3 ബ്രാൻഡിൻ്റെ ഒക്കെ സ്കെച്ചുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഫാബർ കാസലിൻ്റെയാണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലത്തെ മാർക്കേഴ്സ് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതിൻ്റെ തന്നെ 2-3 കളേഴ്സ്. ഇതൊക്കെ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യണതാണ്. അതുപോലെ കളർ പെന്നുകളും വരുന്നുണ്ട്. ഈ മാർക്കറിനും കളർ പെന്നിനും ഒക്കെ ഒരെണ്ണത്തിന് 10 രൂപയൊക്കെ വെച്ച് വില വരാറുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ കറിപ്പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്ന 2 പാത്രവും നല്ലതായിരുന്നു. ഈ ഒരു മോഡലാണ് ചാറേറിയൊക്കെ കൊണ്ടുപോകാൻ നല്ലത്. ഇങ്ങനെ പിരിയുള്ള മോഡലാണ്. ഇതിൻ്റെ വക്കോ കാര്യമൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. 120 രൂപയ്ക്കാണ് റേഞ്ച് വരണത്. പിന്നെ വരുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ലിഡുള്ള ഈ ഒരു ഡബ്ബയാണ്. ഇതിൽ ചൂടുള്ള ഭക്ഷണങ്ങൾ ഇടരുത്, ചൂടാറിയ ശേഷം അടച്ചു വെക്കുക, നല്ലതാണ്. അപ്പോൾ ഈ 2 ഡബ്ബയും ഏകദേശം ആ സെയിം പ്രൈസാണ് വരണേ. അതുപോലെ ടിഫിൻ കെട്ടാനുള്ള ടവലും നമുക്ക് അങ്ങനത്തെ വലുത് വാങ്ങാനായിട്ട് കിട്ടും. തുണിക്കടകളിൽ പോയാലോ അല്ലെങ്കിൽ നമ്മൾ കടകളിൽ ചോദിച്ചാൽ കിട്ടും. ഏകദേശം 20 രൂപയ്ക്കാണ് തോന്നുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരണേ. പിന്നെ ഞാനിതുപോലെ തുണി വെട്ടി തയ്ച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, സ്ക്വയർ ഷേപ്പിൽ 2 പേർക്ക് അതുപോലെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സെയിം അതേ ചോറും പാത്രം തന്നെയാണ് കൊണ്ടുപോകണം. ആകെ ഒരു കറിപ്പാത്രം മാത്രമേ അതിൽ വാങ്ങിയുള്ളൂ. പിന്നെ വാട്ടർ ബോട്ടിലും. പിന്നെ തുണിയായാലും അതേപോലത്തെ തന്നെ. ബാഗും സെയിം ബാഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ, അതൊന്നും മാറ്റില്ല. അതുപോലെ കുടയും ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ട് വാങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിലകളും കാര്യങ്ങളൊക്കെ. ഏതെങ്കിലുമൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് ഉള്ള ഐറ്റംസിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും ചേരിക്കുന്നു, കുറച്ച് ഐഡിയാസൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.